ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നതിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ തെളിവുകളുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഈ ഒരു സമയം അച്ഛൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം, വിശുദ്ധരുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം, ഈശോയുടെ പ്രത്യേക കൃപ നമുക്ക് തേടാം. കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് തുടങ്ങാം. എല്ലാവരും ഈ നിമിഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ ഈശോയുടെ കരുണയും കൃപയും നമ്മൾക്ക് കിട്ടാൻ, പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമ്മൾക്ക് കിട്ടാൻ, പരിശുദ്ധ അമ്മ പ്രത്യേകം നമ്മൾക്ക് വേണ്ടി അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു കാര്യം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി, കൃപ തരുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു സമയം പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായൊരു സമയം നേരുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ഈ ദിവസങ്ങളിലൊക്കെ ആഘോഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ എപ്പോഴും അമ്മ അമലോത്ഭവയാണെന്ന് നമ്മൾ പറയുന്നതാണ്. ഈ അമലോത്ഭവയായ, കന്യകയായ, രാജ്ഞിയായ, മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അമ്മയെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെയും ഈശോയുടെ സന്തോഷമായിട്ട് ഈ ഒരു സമയം മാറട്ടെ. ഇത് കാണാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനൊക്കെ കാരണമായി തീരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് എല്ലാ മക്കളെയും ഈശോ വിടുവിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ദൈവിക അനുഗ്രഹങ്ങളും ഈ ഒരു ടോക്കിൻ്റെ സമയം മുഴുവൻ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ആയിരിക്കാം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് വിശുദ്ധ ഗ്രന്ഥ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. എങ്കിൽ തന്നെയും എന്താണ് അമലോത്ഭവം, എങ്ങനെയാണ് ഇത് സഭയിൽ വന്നത് എന്നൊക്കെയുള്ള ചെറിയൊരു സൂചനകൾ അച്ഛൻ നൽകാം. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പാപം ചെയ്യാതെ ജീവിച്ചിരിക്കുന്ന ഒരവസ്ഥയെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ പാപമില്ലാതെ ഉരുവായ ആ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഫ്രം ദ ആക്ച്വൽ സിൻ, ബട്ട് ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഫ്രം ദി ഒറിജിനൽ സിൻ. അതൊന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം രണ്ട് തരത്തിലുള്ള പാപമാണുള്ളത്. ഒന്ന് ഒറിജിനൽ സിൻ, രണ്ട് ആക്ച്വൽ സിൻ. ആദ്യമേ അച്ഛൻ ആക്ച്വൽ സിൻ എന്താണെന്ന് പറയാം. ആക്ച്വൽ സിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ അറിവോടും സമ്മതത്തോടും കൂടെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ആക്ച്വൽ സിൻ എന്ന് പറയുന്നത്. അതായത് മനഃപൂർവ്വം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്യണം, അതാണ് ആക്ച്വൽ സിൻ എന്ന് പറയുന്നത്. എന്നാൽ ഒറിജിനൽ സിൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും, മനുഷ്യരായിരിക്കുന്ന എല്ലാ വ്യക്തികളും പങ്കുചേരുന്ന പാപത്തിൻ്റെ അവസ്ഥയാണ്. ആദി മാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണിത ഫലമായി അച്ഛനും ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, എല്ലാ വ്യക്തികളും, ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കുചേരുന്ന ഒരവസ്ഥയാണ് ഒറിജിനൽ സിൻ എന്ന് പറയുന്നത്. ഈശോ നമ്മൾക്ക് മോചനം നൽകുന്നത്, ആക്ച്വലി നമുക്ക് ആക്ച്വൽ സിന്നിൽ നിന്നും ഈശോ പാപമോചനം നൽകുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഒറിജിനൽ സിന്നിൽ നിന്നും മോചനം നൽകുന്നു. ഇത് നമ്മൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റുന്നത് മാമോദീസ എന്നുള്ള കൂദാശ വഴിയാണ്. ശരിക്കും നമുക്ക് ഈ ഒറിജിനൽ സിന്നിൽ നിന്നും ആക്ച്വൽ സിന്നിൽ നിന്നും മോചനം വരുന്നത്. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്ന കൂദാശയാണ് കുമ്പസാരം എന്ന് പറയുന്നത്. അപ്പോൾ പാപത്തിന് മോചനം നൽകുന്ന ദൈവിക കൃപ നമ്മളിലേക്ക് ഒഴുകുന്ന രണ്ട് കൂദാശകളാണ് മാമോദീസായും കുമ്പസാരവും എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ സിന്നാണ് കൂടുതലും മാമോദീസ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്ച്വൽ സിൻ, അതായത് പ്രായപൂർത്തിയായതിനു ശേഷമാണ് മാമോദീസ സ്വീകരിക്കുന്നതെങ്കിൽ ആക്ച്വൽ സിന്നിൽ നിന്നും മോചനം പ്രാപിക്കും. ഇതാണ് രണ്ട് തരത്തിലുള്ള പാപങ്ങൾ. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഒറിജിനൽ സിന്നിൽ നിന്നും പരിശുദ്ധ അമ്മ മോചനം പ്രാപിച്ചു, അല്ലെ അമ്മയിൽ ആദി പാപം ഉണ്ടായിരുന്നില്ല. അതായത് ആദത്തിൻ്റെയും ഹവ്വയുടെയും പാപം മൂലം മനുഷ്യകുലത്തിലേക്ക് കടന്നു വന്ന ആ പാപം പരിശുദ്ധ അമ്മയിൽ ഇല്ല എന്നുള്ളതാണ് അമലോത്ഭവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതി ഇനഫെബുലുസ് ദൈവൂസ് എന്ന് പറയുന്നത് അത്യുദാരനായ ദൈവം എന്ന് പറയുന്ന തൻ്റെ ചാക്രിക ലേഖനത്തിലൂടെ പറയുകയുണ്ടായി. പരിശുദ്ധ അമ്മയെ ദൈവം ഉത്ഭവ പാപത്തിൽ നിന്നും അതിൻ്റെ കളങ്കത്തിൽ നിന്നും രക്ഷിച്ചു എന്ന് പറയുകയുണ്ടായി. അതിനുശേഷം 4 വർഷം കഴിഞ്ഞിട്ടാണ് ലൂർദിൽ ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മ ബർണദത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. 1858 ബർണദത്ത പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഞാൻ അമലോത്ഭവയാണ്, ഐ ആം ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയാണ്.
അപ്പോൾ ഈ ഒരു ഭരണത്തെ പുണ്യവതി ആ മൂവി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യൂട്യൂബിലൊക്കെ ആ മൂവി കിടപ്പുണ്ട്. അപ്പോൾ പുണ്യവതി വന്നിട്ട് ആ സ്ത്രീയോട് പേര് ചോദിക്കുന്ന ഇങ്ങനെ ഇവർ അമ്മയും ആ വികാരിയച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇപ്പം പുണ്യവതി പേര് ചോദിച്ചപ്പോഴാണ് ഈ പേര് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് കേട്ടത് വീട്ടുകാർക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ വികാരിയച്ഛൻ ഞെട്ടിപ്പോയി. കാരണം 4 വർഷം മുമ്പ് 9-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ് ഇതായിപ്പം മാതാവ് നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ ഇത് അറിയാനായിട്ട് പറ്റും? പക്ഷേ പരിശുദ്ധ അമ്മ ലൂർദിൽ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അമലോത്ഭവം എന്നാണ് പറഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴെങ്കിലും ലൂർദ് സന്ദർശിക്കാനൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഈ അച്ഛനിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. അവിടെ വെച്ചാണ് അമലോത്ഭവം എന്ന് അമ്മയെ തന്നെ വിശേഷിപ്പിച്ച് സ്വയം വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ കൃപയൊക്കെ എന്തെങ്കിലും നിങ്ങൾ ലൂർദ് സന്ദർശിക്കുകയാണെങ്കിൽ ഈശോയോട് ചോദിച്ചു മേടിക്കണം, പരിശുദ്ധ അമ്മയോട് ചോദിച്ചു മേടിക്കണം. ഓക്കെ, ഇതാണ് സഭ നമ്മളെ അമലോത്ഭവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കാര്യം. പക്ഷേ ഇതിൻ്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1854 ഇത് 9-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞതെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, അപ്പോൾ 1854 ഇതൊരു ഡോക്ടറിനായിട്ട് വന്നത്? ഒരിക്കലുമല്ല. ആദിമ കാലഘട്ടം തൊട്ടേ സഭയിൽ ഇങ്ങനെയൊരു ചർച്ചയുണ്ടായിരുന്നു. സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ ഈ ഒരു കാര്യം വളരെ വിശദമായിട്ട് പഠിപ്പിക്കുകയും പറയുകയും ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും ചില വിശുദ്ധർക്ക് ഇത് പറയാനായിട്ട് പേടിയായിരുന്നു. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയിൽ ഉത്ഭവഭാവം ഇല്ല എന്ന് പറഞ്ഞാൽ ഈശോ യൂണിവേഴ്സൽ സേവിയർ ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. യൂണിവേഴ്സൽ സേവിയർ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്ഷിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ പരിശുദ്ധ അമ്മയിൽ പാപമില്ലെങ്കിൽ പിന്നെ പരിശുദ്ധ അമ്മേനെ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? പരിശുദ്ധ അമ്മയ്ക്ക് പാപമില്ലെങ്കിൽ പിന്നെ അമ്മേനെ രക്ഷിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഇത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്ന എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യനായി തീർന്നു എന്നുള്ള ആ ഒരു വചനം റോമ 3:23. അപ്പോൾ ആ ഒരു വചനത്തിന് ശരിക്കും വിരുദ്ധമായിട്ട് പോകും. എല്ലാ മനുഷ്യരും പാപം ചെയ്തു. അപ്പോൾ പരിശുദ്ധ അമ്മ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരും പാപം ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റുമോ എന്നുള്ളൊക്കെ ഒരു സംശയം ഇങ്ങനെ സഭാപിതാക്കന്മാർക്ക് ചിലർക്കെങ്കിലും ചില വിശുദ്ധർക്കൊക്കെ വന്നിരുന്നു. പക്ഷേ എങ്കിലും എഫേസോസ് സൂനകദോസിൽ വെച്ച് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു ചിന്തയുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മ പാപമില്ലാത്തവളാണ്, തിന്മ ഒരു ലെവലേശം ഇല്ലാത്തവളാണെന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ ഒരു ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇതിന് നല്ലൊരു ഉത്തരം പിന്നീട് കൊടുക്കുന്നത് 1400-കളിൽ ജോൺ ഡൺ സ്കോട്ടസ് എന്ന ഫ്രാൻസിസ്കൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തി പാപത്തിൽ വീഴുന്ന ആ അവസ്ഥയിൽ, അതായത് പാപത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നത് മാത്രമല്ല ഈശോ നൽകുന്ന രക്ഷ, മറിച്ച് പാപത്തിൽ വീഴാതിരിക്കാൻ ദൈവം ആ വ്യക്തിക്ക് കൊടുക്കുന്ന കൃപയും രക്ഷയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് മനസ്സിലാക്കി വെക്കണം. അതായത് ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ രക്ഷ സ്വീകരിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോകുന്ന വഴിക്കൊക്കെ എനിക്ക് പാപം ചെയ്യാനൊരു അവസരമുണ്ട്. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ അത് ദൈവം എന്നെ രക്ഷിക്കുന്നതാണ്. പാപത്തിൽ നിന്നും ദൈവം എന്നെ രക്ഷിക്കുന്നതാണ്. ഞാനൊരു പാപം ചെയ്തതിന് ശേഷം പോയി കുമ്പസാരിക്കുമ്പോൾ മാത്രമല്ല ദൈവം എന്നെ രക്ഷിക്കുന്നത്, മറിച്ച് പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് ദൈവം നമ്മളെ രക്ഷിക്കുന്നതാണ്. അതായത് ഒരു കുഴിയിൽ വീണതിന് ശേഷം പിടിച്ചു കയറ്റുന്നത് മാത്രമല്ല, കുഴിയിൽ വീഴാതിരിക്കുന്നതും ഈശോയുടെ സംരക്ഷണമാണ്, ഈശോയുടെ രക്ഷയാണ്. ഹി സേവ്ഡ് മീ ഫ്രം നോട്ട് ഫോളിങ് ഇൻ ടു പിറ്റ് ഓർ ഡിറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു കൃപ വേണം. അതായത് ഒരു കുഴിയിലോ ഒരു തിന്മയിലോ നോട്ട് ഫോളിങ് ഇൻ ടു അൻ ഈവിൾ. അപ്പോൾ തിന്മയിലേക്കൊക്കെ വീഴാതിരിക്കാൻ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു, സഹായിക്കുന്നു എന്നുള്ളത് ഈശോയുടെ രക്ഷയുടെ അടയാളമാണ്. അപ്പോൾ ഈ രക്ഷയുടെ ഈ 2 മാനങ്ങൾ അച്ഛൻ ആദ്യം പറഞ്ഞു തന്നത് 2 തരത്തിലുള്ള പാപത്തെക്കുറിച്ചാണ്: ഒറിജിനൽ സിൻ, 2 ആക്ച്വൽ സിൻ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നത് രക്ഷയുടെ 2 തലത്തെക്കുറിച്ചാണ്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ആക്ച്വൽ സിൻസിൽ നിന്ന്, ഞാൻ ചെയ്തു പോയിട്ടുള്ളൊരു പാപത്തിൽ നിന്ന്, വീണുപോയ കുഴിയിൽ നിന്നും ഈശോ രക്ഷിക്കുന്നതാണ്. രണ്ടാമത്തെ എന്താണ്? ശരിക്കും പാപത്തിൽ വീഴാതിരിക്കുന്നതിന് ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന, അല്ലെ വീഴാതെ നമ്മളെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ 2 ഡയമെൻഷനും നമ്മളൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ജോൺ ഡൺ സ്കോട്ട്, വിശുദ്ധനല്ല, അദ്ദേഹം വിശുദ്ധനായിട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ജോൺ ഡൺ സ്കോട്ടസ് പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ ഈശോയുടെ രക്ഷാകര ഫലങ്ങളാൽ തന്നെയാണ് രക്ഷിക്കപ്പെട്ടത്. അത് പാപം ചെയ്തതിന് ശേഷമോ പാപം ജീവിതത്തിൽ വന്നതിന് ശേഷമോ അല്ല, മറിച്ച്
പാപം അമ്മയുടെ ശരീരത്തിൽ വരാതെ തന്നെ ഒരു പ്രത്യേക കാരണത്താൽ ദൈവം സംരക്ഷിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവത്തിനെല്ലാം സാധ്യമാണ്. അതുകൊണ്ടാണ് ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നപ്പം അമ്മയോട് പറയുന്നത് ദൈവത്തിനെല്ലാം സാധ്യമാണ്. അപ്പം അമ്മ അത് 100% വിശ്വസിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഈശോയ്ക്ക് പുരുഷ സ്പർശമില്ലാതെ ജന്മം കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇതേ അമ്മയെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കാനും ദൈവത്തിന് സാധിക്കും. അത് സാധിച്ചത് ഈ ദൈവത്തിന് കാലമില്ല. നമുക്കാണ് ഇന്നലെ ഇന്നും നാളെയൊക്കെയുള്ളൂ, ദൈവത്തിന് കാലമില്ല. അപ്പം ഈശോയുടെ രക്ഷാകര ഫലങ്ങൾ അത് എന്ത് ചെയ്തു? പിതാവായ ദൈവം നേരത്തെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുകയും പരിശുദ്ധ അമ്മയെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനെ സൂചിപ്പിക്കുന്ന വല്ല ബൈബിൾ ഭാഗങ്ങളും ഉണ്ടോ, അല്ലെ എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നതാണ് ഇനി ഒന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമുക്കെടുക്കാം ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മയെ ദൂതൻ സന്ദർശിക്കുന്ന ഭാഗമാണ് നമ്മളൊന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. 26 തൊട്ടുള്ള വാക്യാസനം ഒന്ന് വായിക്കുകയാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായി പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അപ്പോൾ ദൂതൻ ദൈവത്താലാണ് അയക്കപ്പെടുന്നത്. അവളുടെ പേര് മറിയ എന്നായിരുന്നു. അപ്പോൾ ആരാണ് ഇത് എന്ന് പറയണം. അപ്പം ലൂക്കാ സുവിശേഷനോട് കൃത്യമായിട്ട് ആ സ്ത്രീയുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് ഒരു കന്യകയാണ്. നമുക്ക് ആ സൂചന ഏശയ്യയിൽ നിന്നാണ് ആ ഒരു സൂചന വരുന്നത്. അപ്പോൾ അത് മനസ്സിൽ സൂക്ഷിച്ചോളൂ. കന്യകയുടെ അടുത്തേക്കാണ് അയക്കപ്പെടുന്നത്. അതും ദൈവത്താലാണ് അയക്കപ്പെടുന്നത്. ഗബ്രിയേൽ മാലാഖ സന്ദേശം കൊണ്ട് വരികയാണ്. അവളുടെ പേര് മറിയ എന്നായിരുന്നു. അപ്പോൾ പേര് ഓൾറെഡി ലൂക്കാ സുവിശേഷം പറഞ്ഞു. ഇനി അടുത്ത് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്നുള്ളതാണ്. അതായത് ദൂതൻ വന്നിട്ട് പറയാണ് ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി എന്നാണ് വന്നത്. ഹെയിൽ കെക്കരി തോമനെ, ഹെയിൽ ഫുൾ ഓഫ് ഗ്രേസ്, ഖെയ്റെ കെക്കരി തോമനെ, ഫുൾ ഓഫ് ഗ്രേസ്, സുസ്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഒരു ഗ്രീറ്റിംഗ്സ്, ഈ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ് ഇതാരെയും ഇതുവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം തൊട്ട് വെളിപാടിൻ്റെ അവസാനത്തെ അധ്യായം വരെ നോക്കിയാലും ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ്, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു ഗ്രീറ്റിംഗ് നമുക്ക് ആർക്കും കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം ദൂതം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഗ്രീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അമ്മ ഈ ഗ്രീറ്റിംഗ് കേട്ട് കഴിഞ്ഞ് ഇപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ഇങ്ങനെ ഒരു അഭിവാദനം നൽകാനുള്ള കാരണം എന്താണെന്ന് പരിശുദ്ധ അമ്മ ചിന്തിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ അഭിവാദനം അത്രയ്ക്കും സ്ട്രോങ് ആണ്. അപ്പോൾ ആ അഭിവാദനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്കാണ് അച്ഛൻ ഈ ഒരു സമയം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇച്ചിരിയുടെ നമുക്ക് സീരിയസ് ആയിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. നമ്മുടെ മലയാളത്തിൽ ഇത് കൃപ നിറഞ്ഞവളെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ അത് നന്മ നിറഞ്ഞവളെ എന്ന് വിവർത്തനം ചെയ്യുന്നു. ഇംഗ്ലീഷിൽ ഹൈലി ഗിഫ്റ്റഡ് വൺ, ഹൈലി ഫേവേർഡ് വൺ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു. ശരിക്കും ഗ്രീക്കിൽ ഇത് കെക്കരി തോമനെ എന്ന് പറയുന്നൊരു പദമാണ്. ഈ ഒരു പദത്തിന് ഒരു നമുക്ക് പൂർണ്ണമായിട്ടൊരു അർത്ഥം കൊടുക്കാൻ പറ്റുന്നൊരു ട്രാൻസ്ലേഷൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക ജീവൻ, ദൈവിക നന്മ, ദൈവത്തിൻ്റെ കൃപ, ഇതെല്ലാം ഈ ഒരു വാക്കിൻ്റെ വിവർത്തനമാണ്. ഇത്രയും അർത്ഥതലങ്ങൾ ഈ ഒരു വാക്കിനുണ്ട്. അപ്പം ദൈവിക ജീവൻ നിന്നിലുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൃപ നിന്നിലുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കരുതൊക്കെ എല്ലാ മനുഷ്യർക്കും കുറേശ്ശെയൊക്കെ ദൈവിക കൃപയുണ്ട്, എല്ലാ മനുഷ്യർക്കും കുറേശ്ശെയൊക്കെ ദൈവത്തിൻ്റെ അഭിഷേകം അനുഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ്. അതായത് അബണ്ടൻ്റ് ഇൻ ഗ്രേസ് എന്നാണ്. നമുക്ക് എടുക്കാം, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് കൃത്യമായിട്ട് ഈ ഒരു സൂചന നമുക്ക് കിട്ടുന്നത്. അവനിൽ നിന്ന് നാം എല്ലാവരും എന്താണ്, കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചു എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അബണ്ടൻസ് ഓഫ് ഗ്രേസ് 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കും. അപ്പോൾ അബണ്ടൻസ് ഓഫ് ഗ്രേസ് ആണ്. അപ്പോൾ ഈശോയെക്കുറിച്ച് പറയുന്ന ഇതേ കാര്യം തന്നെയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൂർണ്ണതയാണ്. ദർ ഈസ് എ ഫുൾനെസ് ഓഫ് ഗ്രേസ്, ഫുൾനെസ് ഓഫ് ഡിവൈൻ ലൈഫ്. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ശരിക്കും ആദിഭാവം അല്ലെങ്കിൽ ഉത്ഭവഭാവം എന്ന് പറയുന്നത്? ഉത്ഭവഭാവം എന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾനെസ്സിന് കുറവ് വന്നിരുന്നതാണ്. ദൈവിക ജീവൻ നമ്മുടെ ജീവിതത്തിൽ കുറയുന്നതാണ് എന്ത്, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ലഘുഭാവം എന്താണ്? ദൈവിക ജീവൻ നമ്മുടെ നിന്ന് വീക്കൻ ചെയ്യുന്നതാണ് ലഘുഭാവം. എന്താണ് മാരകഭാവം? ദൈവിക ജീവൻ പൂർണ്ണമായിട്ട് നമ്മളിൽ നഷ്ടപ്പെടുന്നതാണ്. എന്താണ് ഉത്ഭവഭാവം?
ദൈവിക ജീവനില്ലാതെ ഒരു വ്യക്തി ജനിക്കുന്നതാണ് ഉത്ഭവഭാവം. അപ്പോൾ ഇത് മൂന്നും മനസ്സിലാക്കണം. അച്ഛൻ ഒന്നുകൂടെ പറയുന്നു. ലഘുഭാവം എന്താണ്? ദൈവിക ജീവൻ വീക്കൻ ചെയ്യുന്നത്. മാരകഭാവം എന്താണ്? ദൈവിക ജീവൻ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ. ഉത്ഭവഭാവം എന്താണ്? ദൈവിക ജീവൻ ഇല്ലാതെ ഒരു വ്യക്തി, അല്ലെ ദൈവിക ജീവൻ്റെ വലിയ കുറവോടുകൂടെ ഒരു വ്യക്തി ജനിക്കുന്ന അവസ്ഥയാണ് ഉത്ഭവഭാവം എന്ന് പറയുന്നത്. പക്ഷേ പരിശുദ്ധ അമ്മയോട് ദൂതൻ പറയുന്നത്, യു ആർ ഫുൾ ഓഫ് ഗ്രേസ്, യു ആർ ഫുൾ ഓഫ് ഡിവൈൻ ലൈഫ്, ഫുൾ ഓഫ് ഗുഡ്നെസ്. അപ്പം നന്മയെ ദൈവത്തിൽ നിന്ന് മാത്രമല്ല. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തി വന്നിട്ട് ഈശോയോട് ചോദിക്കുമ്പം, നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത്, നീ എന്തുകൊണ്ടാണ് എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം മാത്രം നല്ലവനായിട്ടുള്ളൂ. അപ്പം ദൈവത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണെന്ത്? ഈ നന്മ എന്ന് പറയുന്നത്. അപ്പം അത് പരിശുദ്ധ അമ്മയിലുണ്ട്. അതുകൊണ്ടാണ് നന്മ നിറഞ്ഞവളെ സുസ്തി എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പറഞ്ഞതല്ലത്, ദൂതൻ പറഞ്ഞതാണ്. ദൈവത്താൽ, വെറും ദൂതനല്ല, ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ പറയുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ്. യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഈ നന്മയുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിലുള്ള ഈ നന്മ അതതിൻ്റെ ഫുൾനെസ്സിൽ പരിശുദ്ധ അമ്മയിൽ ഉണ്ട് എന്നുള്ളതാണ് ദൂതൻ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിൻ്റെ വേറൊരു ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓർത്ത് നോക്കിയ ഫുൾനെസ് ഓഫ് ഗ്രേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾനെസ്സാണ്, അനന്തമായ കൃപയാണ്, ഫുൾനെസ്സാണ്. അപ്പോൾ ഈ ഫുൾനെസ് ഉള്ളിടത്ത് ഒന്നും ലാക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഫുൾനെസ് ഉള്ളിടത്ത് ഒന്നും ലാക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗ്രേസ് എന്നേ പറയുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, യു ആർ ഫിൽഡ് വിത്ത് ഗ്രേസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞാൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സൂചന, അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം അത്രയധികം പരിശുദ്ധ അമ്മയിൽ ഈ ഗ്രേസ് ഉണ്ടെന്നാണ്. അത് അമ്മയുടെ ശരീരം മുഴുവനും എന്താണ്? ഈ ഗ്രേസാണ്. ശരീരത്തിൽ പാപത്തിൻ്റെ അംശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മയിൽ എന്തില്ല? അങ്ങനെ ഒരു പാപത്തിൻ്റെ അംശമില്ല. മറിച്ച് അമ്മയുടെ ശരീരം മുഴുവനും എന്താണ്? അമ്മയുടെ ശരീരം മുഴുവനും ഗ്രേസാണ്. അമ്മയുടെ ശരീരം മുഴുവൻ ദൈവിക ജീവനാണ്. അമ്മയുടെ ശരീരം മുഴുവൻ ദൈവത്തിൻ്റെ നന്മയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വചനം ആ ഒരു കോണ്ടെക്സ്റ്റിൽ വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുന്ന ആർക്കും പരിശുദ്ധ അമ്മ അമലോത്ഭവം അല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേറൊരു സാധ്യതയില്ല. ഓക്കെ, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. കാരണം പ്രോട്ടസ്റ്റന്റ് സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ മാർട്ടിൻ ലൂതർ ഇതൊക്കെ അംഗീകരിച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പെർപ്പച്വൽ വെർജിനിറ്റിയും ഇതെല്ലാം ഈ അമലോത്ഭവം ഇതെല്ലാം മാർട്ടിൻ ലൂതർ അംഗീകരിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നും ഡിവൈഡ് ചെയ്ത് പോയ പ്രോട്ടസ്റ്റന്റ് സഹോദരങ്ങൾക്കാണ് ഇതെല്ലാം അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ട് പിൽക്കാലങ്ങളിൽ പിന്നീട് വന്നത്. അപ്പം ആദിമ കാലഘട്ടം തൊട്ടേ സഭ ഇങ്ങനൊരു പാപമില്ലാത്തവൾ എന്നുള്ള ഒരു കാര്യം ഹോൾഡ് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്, ഈ ഒരു വാക്യമാണ്, ഫുൾ ഓഫ് ഗ്രേസ് എന്നുള്ള വാക്യമാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ, അതായത് ഈ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ ഇതിൻ്റെ ടെൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാസ്റ്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിളാണ് ശരിക്കും ഈ ഒരു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെൻസ് എന്ന് പറയുന്നത്, ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെൻസ്. അതായത് ഇങ്ങനെയാണ്, ഇറ്റ് വാസ് എ ബിഗിനിങ് ഇൻ ദ പാസ്റ്റ്. ഓക്കെ, ഇറ്റ് വാസ് എ ബിഗിനിങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് അതായത് പണ്ടെപ്പോഴോ തുടങ്ങിയതാണ്. ബട്ട് ഇറ്റ്സ് എഫക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഈവൻ നൗ. ഇതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് മാറ്റമില്ല. അതൊരു നിസ്സാര കാര്യമല്ല. അപ്പം ദൂതൻ വരുന്ന സമയത്ത് ദൂതൻ പരിശുദ്ധ അമ്മയെ കണ്ടപ്പം, ഓക്കെ, നീ ഈശോയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് നീ പാപിയായ ഒരു സാധാരണ സ്ത്രീയായിരുന്നു, ഇപ്പോൾ ഇതാ നിന്നെ ഫുൾ ഓഫ് ഗ്രേസ് ആക്കിയിരിക്കുന്നു. അങ്ങനെയല്ല ഇത്. പരിശുദ്ധ അമ്മയോട് ദൂതൻ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയുമ്പം ആ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് തൊട്ടേ പരിശുദ്ധ അമ്മ ഫുൾ ഓഫ് ഗ്രേസ് ആണ്, അത് ദൂതൻ ഏറ്റുപറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോഴല്ല ഞാൻ അച്ഛൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനായതാണ്. അത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അച്ഛനാണ്. ഇതെന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ പൗരോഹിത്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അച്ഛനാണ് എന്ന് പറയുമ്പോഴല്ല ഞാൻ അച്ഛനാവുന്നത്, മറിച്ച് പിതാവിൻ്റെ തലയിൽ കൈവച്ച് പട്ടം തന്നപ്പോൾ ഞാൻ അച്ഛനാണ്. അപ്പോൾ അതിന് ഇറ്റ് വാസ് എ ബിഗിനിങ്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ സമയം തൊട്ട് എന്താണ്, ഈ ദൈവിക കൃപ അമ്മയിൽ നിലനിൽക്കുന്നു, അതിപ്പോഴും തുടരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ ദൂതൻ പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് ആ ഒരു ഭാഗം വായിക്കുകയാണ്. ദൂതൻ അവളോട് പറഞ്ഞു, 30-ാമത്തെ വാക്യമാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടോ, അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും അമ്മയുടെ പ്രവൃത്തികൾ മൂലം ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം നൽകി കൃപ മാത്രമല്ല, പിന്നീടുള്ള അമ്മയുടെ ജീവിതത്തിലും അമ്മ എന്ത് ചെയ്യുന്നുണ്ട്?
ഈ ഗ്രേസ് കണ്ടെത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ, ഈ കൃപയ്ക്ക്, ഈ ദൈവിക ജീവൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അമ്മ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വലിയൊരു കൃപ നിറഞ്ഞ വചനമാണ്. ഞാൻ ഒന്നുകൂടെ ആ ഭാഗം വായിക്കുകയാണ്. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ. അതായത് ഈ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ്, അതായത് ഇപ്പം ദൂതം വന്നപ്പോൾ മാത്രമല്ല ഈ ഒരു കൃപ, ഈ ഫുൾ ഓഫ് ഗ്രേസ് ഉള്ളത്, മറിച്ച് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ദ സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് ആണ്, അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതൊന്ന് കൃത്യമായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്താണ് ഈ സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്? ഈ സ്റ്റൈൽ ഓഫ് ഗ്രീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ യഹൂദന്മാർ കാണുമ്പോൾ ഷാലോം എന്നാണ് പറയുക, ഷാലോം. പക്ഷേ ഇവിടെ ഷാലോം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ഒരു യഹൂദ സ്ത്രീയാണ്, ഷാലോം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഗ്രീക്ക് ബൈബിളിൽ ഷാലോം എന്നുള്ള ഒരു ഇതല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ശരിക്കും യവനന്മാരുടെ, ഗ്രീക്കുകാരുടെ വേ ഓഫ് ഗ്രീറ്റിംഗ് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഗ്രീറ്റിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പേരാണ് അഡ്രസ്സ് ചെയ്യുക. അതായത് ഹെയിൽ കിങ് ഓഫ് ജ്യൂസ്, യഹൂദന്മാരുടെ രാജാവേ സ്വസ്തി, എന്താണോ ആ ആളുടെ പേര്, ആ ഒരു തസ്തിക, അത് വെച്ചിട്ടാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ നല്ലൊരു സൂചനയുള്ളത് ശരിക്കും അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 23-26 വിശുദ്ധ പൗലോസ്ലിക ഫെലിക്സിനെ ഗ്രീറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. 23-26 ഞാനതൊന്ന് വായിക്കുകയാണ്. ഓക്കെ, 23-26 ഒരു ക്ലാരിറ്റി വരാനാണ്. അഭിവന്ദ്യനായ ദേശാധിപതി ഫെലിക്സിന് ക്ലാവുദിയൂസ് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. അപ്പോൾ ശരിക്കും പേര് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീക്കിൽ, ഒരു ഗ്രീക്ക് കൾച്ചറിൽ അഭിവാദനം ചെയ്യുന്നത്. അവരുടെ ആ തസ്തികയും പേരും പറഞ്ഞിട്ടാണ് അഭിവാദനം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പരിശുദ്ധ അമ്മയെ മറിയത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നതെന്ന് ദൂതൻ നമുക്ക് ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട്. പക്ഷെ പരിശുദ്ധ അമ്മയോട് പേര് വിളിച്ചിട്ടല്ല ദൂതൻ സംസാരിക്കുന്നത്, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. അതായത് അമ്മയുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമാണിത്. നമുക്കറിയാം യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച്, അല്ലെ ബിബ്ലിക്കൽ നെയിമിങ് അനുസരിച്ച്, അവർ നെയിം ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, അതായത് ഓരോ വ്യക്തിയുടെ നേച്ചർ അനുസരിച്ച്, അല്ലെ അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം അനുസരിച്ചാണ് പേരിടുന്നത്. നീ അവന് യേശു എന്ന് പേരിടണം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഈശോയ്ക്ക് പേരിടുന്നതിനെക്കുറിച്ച് ദൂതൻ പറയുന്നുണ്ട്. അപ്പോൾ യേശു എന്ന് പേരിടണം എന്ന് പറയുമ്പം അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിടണം എന്ന് പറയുന്നത്, അതിൻ്റെ കാരണം കൂടെ പറയുന്നുണ്ട്. ഇതാണ്, ഞാനതൊന്ന് വായിക്കുകയാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. യേശു എന്ന് പേരിടാനുള്ള കാരണം എന്താണ്? യാവേ സേവ്സ്, യഹോവ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിക്കുകയാണ്. പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആ യേശുവിൻ്റെ ജീവിത ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ് ശരിക്കും യേശു എന്നുള്ള പേര്. യാവേ സേവ്സ്, യഹോവ രക്ഷിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിത ദൗത്യം, ഒരു വ്യക്തിയുടെ അന്തസ്സത്തെയും പേരുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മേനെ ഇവിടെ ദൂതൻ കെക്കരിത്തോമനെ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദൗത്യത്തോടും പരിശുദ്ധ അമ്മയുടെ നേച്ചറിനെ എന്ത് ചെയ്യാണ് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴയ നിമിത്തം നമ്മൾ എവിടെയൊക്കെ പേര് മാറ്റി നോക്കിയാൽ ആ ദൗത്യമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. ഇപ്പം ഇസ്രായേൽ എന്നുള്ള പേര് ദൈവത്തോട് മല്ലിട്ട് ഇസ്രായേൽ എന്ന് യാക്കോബിന് പേര് മാറ്റി ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ക്യാരക്ടറാണ് വെളിപ്പെടുത്തുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മ മറിയം എന്ന് വിളിക്കാതെ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദൗത്യവും പരിശുദ്ധ അമ്മയുടെ ദൗത്യവും നേച്ചറും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വിളി ദൂതൻ നടത്തുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ അമൂലോത്ഭവത്തിൻ്റെ മറ്റൊരു തെളിവാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ബൈബിൾ ഭാഗമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതായത് ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ അമൂലോത്ഭവമായിട്ട് ബന്ധപ്പെടുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പം നമുക്ക് ഞാൻ നൽകിയത്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത് എടുക്കുന്നൊരു വചനഭാഗം ഇതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ ബൈബിളൊക്കെ ഒന്ന് തുറന്നു വെച്ച് നോക്കി ഒന്ന് കണ്ടാൽ നമുക്ക് ഇതിൻ്റെ ഇച്ചിരൂടെ ഒരു ഐഡിയ കിട്ടും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15. ഇതൊരു പ്രസംഗമല്ല, നിങ്ങൾക്കറിയാലോ, ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റഡി പോലെയാണ്. ഒന്ന് കൃത്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെക്കുറിച്ചൊന്ന് പഠിക്കാനുള്ളൊരു നല്ലൊരു അവസരമാണിത്. ഇപ്പം ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നിയാൽ ഒരു പഠനമാണ് എന്ന നിലയിൽ നമുക്ക് ഒന്ന് കേട്ടിരിക്കാം. ഓക്കെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ്റെ പതനമാണ് നമ്മൾ കാണുന്നത്. മനുഷ്യന് പതനം വരികയാണ്. മനുഷ്യൻ്റെ പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ പാപം ചെയ്യുന്നു. ഓക്കെ, സർപ്പത്തിൻ്റെ വാക്ക് കേട്ട് മനുഷ്യൻ പാപം ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു.
അങ്ങനെയുള്ള മനുഷ്യനും പാമ്പിനും ഈ ഭൂമിക്കും എല്ലാം ഉള്ള ശിക്ഷയും വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3:14 തൊട്ട് തുടങ്ങുന്നത്. കർത്താവ് ആദ്യം സർപ്പത്തെയാണ് ശപിക്കുന്നത്. കാരണം ഇത് തുടങ്ങിയത് സർപ്പത്തിൽ നിന്നാണ്. അപ്പോൾ സർപ്പത്തെ ശപിക്കുകയാണ്. ശപിച്ചു കഴിഞ്ഞതിന് ശേഷം 15-ാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് ഇങ്ങനൊരു കാര്യം ദൈവം പറയാണ്. അത് ഇപ്രകാരമാണ്: നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഈ ഒരു വാക്യത്തെ സഭാപിതാക്കന്മാർ പറയുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയം എന്നാണ്. എന്താണ് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ഗോസ്പൽ എന്നാണ്. ദ ഫസ്റ്റ് ഗോസ്പൽ ഓഫ് സാൽവേഷൻ, ദ ഫസ്റ്റ് ഗുഡ് ന്യൂസ് എവർ ടോൾഡ് ഇൻ ദ ബൈബിൾ. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആദ്യം പറയപ്പെട്ട ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് ഇതെന്ന് പറയുന്നത്. 3:15 നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഓക്കെ, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ ഇതിലുള്ള ചില പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്കൊന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം നീ ആരാണ്? പാമ്പാണ്. പാമ്പ് ആരാണ്? പാമ്പ് പിശാചാണ്. ഓക്കെ, അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പുരാതന സർപ്പം എന്ന് പറയുന്നത്. അപ്പോൾ പാമ്പാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെക്കുറിച്ച് അച്ഛൻ കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല. പാമ്പാണ്. നീയും ഇനി അടുത്ത സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അപ്പോൾ അവിടെ ഒരു സ്ത്രീ വരികയാണ്. ആരാണ് ഈ സ്ത്രീ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ സ്ത്രീ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇത് ഹവ്വയായിരിക്കും സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് ഹവ്വയല്ല സൂചിപ്പിക്കുന്നത്. കാരണം ഹവ്വയും പാമ്പും തമ്മിൽ ശത്രുതയില്ല. പാമ്പ് പറയുന്ന കാര്യങ്ങൾ കേട്ട് പാമ്പിനോട് കൂട്ടുകൂടിയ ആളാണ് ഹവ്വ. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ചൊരു പരാമർശം നടത്തുകയാണ്. ഈ സ്ത്രീ പാമ്പിനോട് ശത്രുതയുള്ള സ്ത്രീ ആയിരിക്കും. അപ്പോൾ പാമ്പിനോട് ശത്രുത എന്ന് പറയുമ്പോൾ ശത്രുതയ്ക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം, ഇവിടെ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹീബ്രു പദം എബഹ് എന്ന് പറയുന്ന ഒരു ഹീബ്രു പദമാണ്. ആ ശത്രുത എന്ന വാക്കാണ് അച്ഛനൊന്ന് വ്യാഖ്യാനിക്കാനായിട്ട് പോകുന്നത്. എബഹ് എന്ന ഹീബ്രു പദമാണ്. ഈ എബഹ് എന്ന ഹീബ്രു പദത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനുഷ്യർ വിചാരിക്കുന്ന ശത്രുതയല്ലത്. അതായത് എനിക്കിപ്പോൾ ഒരാളോടൊരു ദേഷ്യം തോന്നുകയാണ്, അവനിട്ട് 2 കൊടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അവനിട്ടൊരു പാര വെക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ ഈ തോന്നുന്നതിനെയാണ് നമ്മളുടെ നോർമൽ രീതിയിലുള്ള ശത്രുത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതല്ല ബിബ്ലിക്കൽ നോഷൻ ഓഫ് എനിമിറ്റി അല്ലെങ്കിൽ എബഹ് എന്ന് പറയുന്നത്. ബിബ്ലിക്കൽ നോഷൻ ഓഫ് എബഹ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഓപ്പോസിഷനാണ്. അതായത് ഈ നീ എന്ന് പറയുന്ന ഈ പാമ്പിലുള്ളതൊന്നും ഈ സ്ത്രീയിലില്ല, ഈ സ്ത്രീയിലുള്ളതൊന്നും ഈ പാമ്പിലും ഇല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇവിടെ ഹവ്വായ്ക്ക് പറ്റിയിരിക്കുന്ന എന്താണ്? സർപ്പം പറയണത് ഓക്കെ, ഈ ഹവ്വ ഇനി സർപ്പത്തിൻ്റെ കീഴിലാണ്, ആദം ഇനി സർപ്പത്തിൻ്റെ കീഴിലാണ്. ആദത്തിനോ ഹവ്വയ്ക്കോ സർപ്പത്തിൻ്റെ തല തകർക്കാൻ പറ്റില്ല. മറിച്ച് ഹവ്വായുടെയും ആദത്തിൻ്റെയും തലയാണ്, അല്ലെ അവരുടെ സ്വർഗജീവിതമാണ് പാമ്പ് തകർത്തത്. പക്ഷേ ഇവിടെ ദൈവം പാമ്പിനോട് പറയുകയാണ്, ദർ വിൽ ബി എ വുമൺ, ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. ആ സ്ത്രീയും തമ്മിലും നീയും തമ്മിലും ശത്രുത ഉണ്ടായിരിക്കും. നിനക്കൊരിക്കലും അവളുടെ മേൽ സ്വാധീനം ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ തമ്മിൽ കോമൺ ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരിക്കില്ല. നിനക്ക് അവളെ സ്വാധീനപ്പെടുത്താനായിട്ട് പറ്റുകയില്ല എന്ന് ഒരു സൂചന ഇവിടെ വിശുദ്ധ ഗ്രന്ഥം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഈ എബഹ് എന്നുള്ള വാക്ക് അപ്പോൾ നിസ്സാരമായിട്ട് എടുക്കരുത് നമ്മൾ. അപ്പോൾ മനുഷ്യകുലത്തിൽ എവിടെയാണ് ഇങ്ങനെ ശത്രുത, അതായത് പാമ്പിനോട് ശത്രുത ഉള്ള സ്ത്രീ ഉള്ളത്? അങ്ങനെ ഒരു സ്ത്രീയെക്കുറിച്ച് എവിടെയും പറയുന്നില്ല. പിന്നീടാണ് നമ്മൾ ലൂക്കോ 1:28 കാണുമ്പോൾ ഓക്കെ, പാമ്പിന് സ്വാധീനമില്ലാത്ത പാമ്പിൻ്റെ സീഡ് എന്ന് പറയുന്നത് പാപമാണ്. ഈ പാമ്പിൻ്റെ സീഡ് എന്ന് പറയുന്നത് പാപമാണ്. ഈ പാപം ഇല്ലാത്ത ഒരു സ്ത്രീ ഉള്ളത്, അല്ലെ എൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തൊരു സ്ത്രീ എന്ന് പറയുന്നത് ഭൂമിയിൽ പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പരിശുദ്ധ അമ്മയാണ്. ഈ സ്ത്രീയെ പരിശുദ്ധ അമ്മയാണോ? ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം എടുക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായം എടുക്കണം. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ പ്രത്യേകത, അല്ലെ 1-2 അധ്യായത്തിൻ്റെ പ്രത്യേകത ശരിക്കും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു പാരലിസമാണ് ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷം. അതാണ് ഉൽപ്പത്തി 1:1 എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു, ദൈവം അരുൾ ചെയ്തു ഉണ്ടാകട്ടെ 1-ാം ദിവസം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പോകുന്നത്. ഇതുപോലെ തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തം അവനിലൂടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് യോഹന്നാൻ തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു പാരലാണ്. അപ്പം
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ എന്തുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മമുണ്ട്. 1, 2, 3 അധ്യായം സൃഷ്ടികർമ്മമുണ്ട്. അതുപോലെ തന്നെ വചനമുണ്ട്. അതേപോലെ തന്നെ ഒരു സ്ത്രീയുണ്ട്, ഒരു പുരുഷനുണ്ട്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1, 2 അധ്യായത്തിൽ ഇത് തന്നെയാണ്. ഇവിടെ ഒരു പുരുഷനുണ്ട്, ഒരു സ്ത്രീയുണ്ട്. 2-ാമത്തെ അധ്യായം കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ചാണ്. അവിടെ ഒരു മണവാളിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്, പക്ഷെ മണവാളിന് പേര് കൊടുത്തിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുപോലെ തന്നെയാണ്. ഒരു മാരേജിൻ്റെ കോണ്ടക്സ്റ്റാണ്, ആദവും ഹവ്വയും തമ്മിലുള്ളൊരു മാരേജിൻ്റെ കോണ്ടക്സ്റ്റാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു സ്ത്രീയെക്കുറിച്ചുള്ളൊരു പരാമർശമുണ്ട് 3-ാമത്തെ അധ്യായത്തിൽ. ഇവിടെ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പം ഇവിടെ നമ്മളൊരു മണവാളിനെ കാണുന്നുണ്ട്, ഈശോ ആണ് 2-ാമത്തെ ആദം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ഈശോ ഇവിടെ നോക്കിയേ പരിശുദ്ധ അമ്മയെ വിളിക്കുന്നൊരു പേരാണ് സ്ത്രീ എന്ന് വിളിക്കുകയാണ്. ഓക്കെ, കാനായിലെ വരുന്നത് ഈശോ പറയാണ്, സ്ത്രീയെ എനിക്ക് നിനക്ക് എന്ത്, സ്ത്രീയെ എന്നുള്ളതാണ് ഈശോ സ്വന്തം അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുന്നത്. ഈശോ ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു മാരേജിൻ്റെ കോണ്ടക്സ്റ്റിൽ സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്നത് പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതിനൊരു കാരണമുണ്ട്. അതിനൊരു കാരണം ഈശോ പരിചയപ്പെടുത്തി തരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ എൻ്റെ അപ്പൻ വാഗ്ദാനം ചെയ്തു വച്ചിരിക്കുന്ന സർപ്പത്തോട് ശത്രുതയുള്ള സ്ത്രീ, ആ സ്ത്രീ ഇവളാണ്, എൻ്റെ അമ്മയാണ്. സർപ്പവുമായിട്ട് പൂർണ്ണമായിട്ട് ശത്രുതയുള്ള, സർപ്പത്താൽ സ്വാധീനിക്കപ്പെടാത്ത ആ സ്ത്രീ എന്ന് പറയുന്നത്, ഈശോയുടെ വാക്ക് കേൾക്കുവിൻ എന്ന് പറയുന്ന സ്ത്രീ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ സ്ത്രീയാണ്. അത് പരിശുദ്ധ അമ്മയാണ്. അത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിന് വലിയൊരു തെളിവാണ്. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ മനോഹരവും ഏറ്റവും വ്യക്തവുമായൊരു തെളിവാണ് ശരിക്കും ഇതെന്ന് പറയുന്നത്. ഇതിന് നല്ലൊരു വ്യാഖ്യാനം നമുക്ക് തുടർന്നുള്ള ഭാഗത്തിലൊന്ന് കൃത്യമായിട്ട് അച്ഛൻ മനസ്സിലാക്കി തരാം. അതിങ്ങനെയാണ്, അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും, നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അബല. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ, ഇത് പറയുന്നത് ഹവ്വയോടാണ്. ഹവ്വയോട് പറയാണ് നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. പക്ഷേ മേളിലൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു, ശത്രുതയുള്ളൊരു സ്ത്രീയെക്കുറിച്ചും പറയുന്നു. ഇതിന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ ശരിക്കും ഏശയ്യാ പ്രവചനം എടുക്കണം. ഏശയ്യാ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് നല്ലൊരു സൂചന നൽകുന്നുണ്ട്. ഞാനതൊന്ന് വായിക്കാം. അപ്പോൾ നല്ലൊരു ഇതാണ് 66:7 സമയമാകുന്നതിന് മുൻപേ അവൾ പ്രസവിച്ചു, പ്രസവ വേദന ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവളൊരു പുത്രനെ പ്രസവിച്ചു. ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ടൊരു ദേശം ഉണ്ടാവുകമോ, ഒരു നിമിഷം കൊണ്ടൊരു ജനത രൂപം കൊള്ളുമോ? പ്രസവ വേദന തുടങ്ങിയപ്പോഴോ സിയോൻ പുത്രരെ പ്രസവിച്ചു. അപ്പം ഏശയ്യാ പ്രവചനത്തിൽ പ്രസവ വേദന ഇല്ലാതെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. ഏശയ്യാ 66:7 66:7-8 ഒരു ദിവസം കൊണ്ട് പ്രസവ വേദന ഉണ്ടാകുന്നതിന് മുമ്പ് പ്രസവിക്കുകയാണ്. ഉണ്ട്, അങ്ങനൊരു സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഇവിടെ ഹവ്വായുടെ ദൈവം പറയുന്നത് എന്താ വെച്ചാൽ, നിൻ്റെ പാപം മൂലമാണ് നിനക്ക് ഗർഭാരിഷ്ടതകൾ നിനക്ക് ഉണ്ടാവുന്നതിന് കാരണമായിട്ട് വന്നിരിക്കുന്നത്. പാപത്തിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് പ്രസവ വേദന. അങ്ങനത്തെ ഇതൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു പ്രവചനമുണ്ട്. പ്രസവവേദന ഇല്ലാതെ ഒരു സ്ത്രീ പ്രസവിക്കും. പ്രസവവേദന ഇല്ലാതെ ഒരു സ്ത്രീ പ്രസവിക്കണമെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മൾ ഇൻഫർ ചെയ്ത് എടുക്കുന്നത് എന്താണ്? പാപമില്ലാത്തൊരു സ്ത്രീ ഉണ്ടായിരിക്കണം, എങ്കിലേ അവർക്ക് പ്രസവിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീയെക്കുറിച്ച് ദൈവം പറയാണ്, ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ. എന്നിട്ട് പറയാണ്, അവളുടെ സാന്ത്വന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ, അവളുടെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ നിന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ ഒഴുകും. എന്നിട്ട് വചനം പറയാണ്, നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. എന്തൊരു നല്ല വചനമാണെന്ന് നോക്കിയേ. അപ്പോൾ ഒരു പുതിയൊരു അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. പുതിയൊരു അമ്മയെക്കുറിച്ചാണ്. ഈ അമ്മയുടെ പ്രത്യേകത എന്താണ്? അവൾ പ്രസവ വേദന അനുഭവിക്കാതെയാണ് അവൾ പ്രസവിച്ചത്. അങ്ങനെ പ്രസവ വേദന അനുഭവിക്കാതെ അവൾ പ്രസവിക്കണമെങ്കിൽ അവൾക്ക് പാപം ഉണ്ടാവാനായിട്ട് പാടില്ല. അതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 15, 16, 17 പറയുന്നത്. പാപം ഉള്ളതുകൊണ്ടാണ് പ്രസവ വേദന വന്നത്. പക്ഷേ പാപം ഇല്ലാത്തൊരു സ്ത്രീയെക്കുറിച്ചും പറയുന്നു, പ്രസവ വേദന അനുഭവിക്കാതെ പ്രസവിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും പറയുന്നു. എന്നിട്ട് ദൈവം പറയാണ്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഇൻ്റർപ്രിറ്റേഴ്സൊക്കെ പറയുന്നത് ജെറുസലേമിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരിക്കലും ജെറുസലേമിനെ കുറിച്ചല്ല. കാരണം ജെറുസലേം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയായിരുന്നില്ല. ജെറുസലേം ദൈവത്തിന് മുമ്പിൽ പാപം ചെയ്തു പോയതാണ്. പക്ഷെ പാപം ചെയ്യാത്ത ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ സ്ത്രീ ഒന്ന് പ്രസവിച്ചു, ഇഷ്ടംപോലെ മക്കളുണ്ട്. ആ സ്ത്രീ പ്രസവിച്ചത് ഈശോയാണ്. പക്ഷേ നമ്മളെല്ലാവരും ആ സ്ത്രീയുടെ മക്കളാണ്, പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും.
ഈ അമ്മയുടെ മക്കളാണ് നമ്മളെല്ലാവരും. എന്നിട്ട് എന്ത് നല്ല വചനമാണിത്. ഇത്രയും നല്ല അമ്മയുടെ സ്നേഹം നമുക്ക് നൽകുന്ന ഒരു വചനം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പറയാണ്, നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും എന്ന് പറയണം. ഇതിൻ്റെ വേറൊരു സൂചന നമുക്ക് ശരിക്കും ജെറമിയ പ്രവചൻ്റെ പുസ്തകത്തിലുണ്ട്. അച്ഛനൊന്ന് വായിക്കാം, ഞാനൊന്ന് എടുക്കട്ടെ. ജെറമിയ പ്രവചനങ്ങളിൽ നല്ലൊരു വചനം ഈ ഒരു കാര്യത്തിൽ വരുന്നുണ്ട്. ജെറമിയ 31:22. ജെറമിയ 31:22. അച്ഛനൊന്ന് എടുത്ത് വായിക്കുകയാണ്. ചെറിയൊരു വചനമാണിത്, പക്ഷേ ബ്യൂട്ടിഫുള്ളാണ്. ജെറമിയ 31:22. ഓക്കെ. അവിശ്വസ്തയായ മകളെ, നീ എത്ര നാൾ അലഞ്ഞു തിരിയും? കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. അപ്പോൾ ജെറുസലേമിനെ കുറിച്ചാണ് ശരിക്കും ഇത് പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. അപ്പം പറയണത് അവിശ്വസ്തയായ മകളാണ്, ഇസ്രായേൽ അവിശ്വസ്തയായ മകളാണ്. ഈ മകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, പാപം ചെയ്ത് നടക്കുകയാണ്. പക്ഷേ ദൈവം എന്ത് ചെയ്യാണ്? ഒരു പുതിയൊരു സൃഷ്ടി ദൈവം നടത്തും. ഓക്കെ. അപ്പം പഴയ സൃഷ്ടി അല്ല ഇത്, നമ്മളെല്ലാം പഴയ സൃഷ്ടിയാണ്, പഴയ മനുഷ്യരാണ്, പാപത്തിൻ്റെ ഇത് വരുന്ന മനുഷ്യരാണ്. പക്ഷെ ദൈവം എന്ത് ചെയ്യാണ്? പുതിയ സൃഷ്ടി നടത്തുകയാണ്. പുതിയ സൃഷ്ടി നടത്തുമ്പോൾ അത് ആദ്യത്തെ സൃഷ്ടി പോലെയാണ്. ദൈവം ആദ്യത്തെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഉത്ഭവഭാവം ഇല്ലായിരുന്നു, നിങ്ങൾക്കറിയാതെ. ആദ്യത്തിന് ഹവ്വയ്ക്കുമാണ് ഉത്ഭവം ഇല്ലാതെ ദൈവം സൃഷ്ടിച്ച ആൾക്കാർ. അപ്പം അതുപോലെ ദൈവം എന്ത് ചെയ്യാണ്? ആ ഒരു പുതിയ സൃഷ്ടി നടത്തുകയാണ്. പക്ഷെ ഇവിടെ സൃഷ്ടിക്കുമ്പം ഇവിടെ എന്താണ്? ഇവിടെ ആദ്യ സ്ത്രീയാണ് വരുന്നത്, ആദ്യ സ്ത്രീയാണ് സൃഷ്ടിക്കുന്നത്. മറ്റിടത്ത് ആദ്യം പുരുഷനെയാണ് സൃഷ്ടിച്ചത്, പക്ഷെ ഇവിടെ ആദ്യം സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു, സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു. പിന്നീടുള്ള ഭാഗം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. അപ്പോൾ ആദ്യം ദൈവം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു പുതിയൊരു സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ആ സ്ത്രീ, പരിശുദ്ധ കന്യകാമറിയം, പുരുഷൻ ഈശോയെ എന്ത് ചെയ്യുന്നു? പരിപാലിക്കുന്നു, വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പുതിയ സൃഷ്ടി ദൈവം നടത്തണമെങ്കിൽ ആ പുതിയ സൃഷ്ടി എന്താണ്? പഴയ സൃഷ്ടിയേക്കാളും ശ്രേഷ്ഠമായിരിക്കണം. ഇത് ചില ബിബ്ലിക്കൽ റൂൾസാണ്. അതായത് ദൈവം ഒരു കാര്യം പുതിയത് ചെയ്യുമ്പോൾ അത് പഴയതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കണം. പഴയ സൃഷ്ടിച്ചപ്പം പഴയതിൽ ദൈവം ആദ്യത്തെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഉത്ഭവം ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ദൈവം പുതിയ സൃഷ്ടി നടത്തുമ്പം പുതിയ ആദത്തെയും പുതിയ ഹവ്വയും പരിശുദ്ധ കന്യകാമറിയത്തെ ഈശോയെ സൃഷ്ടിക്കുമ്പോൾ അവർക്കും എന്തുണ്ടാവാൻ പാടില്ല? അവർക്കും ഉത്ഭവ പാപം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പുതിയ സൃഷ്ടി പഴയ സൃഷ്ടിയേക്കാളും മോശമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ജെറമിയ 31:22 അനുസരിച്ച് ഒരു പുതിയൊരു സൃഷ്ടി നടത്തുകയാണ്. ഇനി വേറൊരു കാര്യം കൂടെ, ഈ ശിരസ് തകർക്കുന്നതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ അച്ഛൻ സൂചിപ്പിക്കാം. ഉൽപ്പത്തി 3:15 തന്നെയാണ് നമ്മളിപ്പോഴും വ്യാഖ്യാനിക്കുന്നത്. അതിൽ ശിരസ് തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, ശിരസ് തകർക്കുന്നതായിട്ട്. ഇവിടെ ശരിക്കും സ്ത്രീയാണോ ശിരസ് തകർക്കുന്നത്, പുരുഷനാണോ ശിരസ് തകർക്കുന്നത്? നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ പടങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ അതിൽ ശരിക്കും പരിശുദ്ധ അമ്മയാണ് ഒരു പാമ്പിൻ്റെ തലയിൽ ഇങ്ങനെ കാല് വെച്ച് നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അതേസമയം ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നമ്മുടെ POC ബൈബിളിൽ കിടക്കുന്ന അവൻ തല തകർക്കും എന്നുള്ളതാണ്. ആ സീഡ്, ഈ സ്ത്രീയുടെ മകൻ തല തകർക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് ഏതാണ് സത്യം? ഇതിനെക്കുറിച്ചുള്ള 3 ഇൻ്റർപ്രിട്ടേഷൻസ്. ഒന്നാമത്തേന്ന് പറയുന്നത് യൂസേബിയൂസ്, പിന്നെ വിശുദ്ധ ജെറോം, ലാറ്റിൻ വുൾഗേറ്റ്, ഹീബ്രുവിൽ നിന്ന് ലാറ്റിനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ബൈബിളിലൊക്കെ ശരിക്കും അവൾ തല തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്സ, എൻ്റെ ഓർമ്മ ശരിയാണ്, ഇപ്സ എന്നുള്ളൊരു ഹിബ്രു പദമാണത്. അപ്പോൾ അതിന് ശരിക്കും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെന്നും അവനെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ കൃത്യമായി പറഞ്ഞാൽ അവർ തല തകർക്കും എന്നുള്ളതാണ്. അതായത് പുരുഷനും ഈ സീഡ്, ഈ വിത്തും ഈ സീഡും പിന്നെ ഈ സ്ത്രീയും എന്ത് ചെയ്യും? സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും ഈ പാമ്പിൻ്റെ തല തകർക്കും എന്നുള്ള വ്യാഖ്യാനമുണ്ട് എന്ന് നമുക്ക് ഈ പഴയ ഹീബ്രു ബൈബിള് വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. യൂസേബിയൂസ് എന്ന് പറയുന്ന ജൂയിഷ് ചരിത്രകാരൻ ഈ ഹീബ്രു ബൈബിൾ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെ പറയുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. ഫിലോ ഓഫ് അലക്സാൻഡ്രിയ ഉപയോഗിക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ബൈബിൾ അവൻ എന്നാണ് ഈശോയുടെ കുരിശുമരണം വഴിയായിട്ട് പിശാചിനെ തകർക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമുക്ക് അവൾ എന്നുള്ളൊരു സാധ്യതയെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാമത്തെ വ്യാഖ്യാനത്തിൽ നിന്നും തള്ളിക്കളയാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം വ്യാഖ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പം അവൾ തല തകർക്കും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. പരിശുദ്ധ അമ്മയുടെ ഉത്ഭവഭാവത്തിൽ നിന്നുള്ള മോചനത്തെ അല്ലെ ദൈവം പ്രത്യേകം സംരക്ഷിച്ചതിനെ ദൈവം ഒരു പുതിയൊരു സൃഷ്ടി നടത്തി ദൈവം ഇതിനെ പരിശുദ്ധ അമ്മയെ സംരക്ഷിക്കുന്നതാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത്.
ഇനി സ്ത്രീ പുരുഷൻ്റെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ തല തകർക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ചില സൂചനകളുണ്ടോ? കാരണം നമുക്കറിയാം പഴയ നിയമത്തിലെല്ലാം ടൈപ്പാണ്. അത് പഴയ നിയമത്തിലുള്ളതിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാർ മോചനം പ്രാപിച്ചു എന്ന് വരുമ്പോൾ അതിൻ്റെ പുതിയ നിയമ വ്യാഖ്യാനം എന്താണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ജനം മോചനം പ്രാപിച്ചു എന്നുള്ളതാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് മോശ മരുഭൂമിയിലൂടെ അവരെ നയിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പം അതിൻ്റെ പുതിയ നിയമ വ്യാഖ്യാനം എന്താണ്? ഈശോ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും സഭയാകും നമ്മളെ ഓരോരുത്തരെ മനുഷ്യകുലത്തെ മോചിപ്പിച്ച് സ്വർഗ്ഗരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. അപ്പോൾ പഴയ നിയമത്തിൽ എല്ലാത്തിനും അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നമ്മൾ പുതിയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പുരുഷൻ തല തകർക്കും, അല്ലെ സന്തതി തല തകർക്കും, അതിനെക്കുറിച്ച് ഒത്തിരി സൂചനയുണ്ട്. കാരണം ശത്രുക്കളുടെ തല തകർക്കുന്ന ഒത്തിരി ധീര യോദ്ധാക്കളെ നമുക്ക് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് സാംസൺ ശത്രുക്കളെ തകർക്കുന്നുണ്ട്, ദാവീദ് ശത്രുക്കളെ തകർക്കുന്നുണ്ട്, മോശ ശത്രുക്കളെ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ പുരുഷന്മാരുടെ നേതൃത്വം നടക്കുന്നത് കാണുന്നുണ്ട്. അതേസമയം തന്നെ പാരലായിട്ട് തല തകർക്കുന്ന കുറച്ച് സ്ത്രീകളെയും നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്കെടുക്കാം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. അതായത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് കയറിയതിന് ശേഷമുള്ള ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. അവിടെ ഒരു ശത്രു ഇസ്രായേലിനെ ആക്രമിക്കുമ്പം അവിടെ 21-ാമത്തെ വാക്യമാണ്. എന്നാൽ ഹേബറിൻ്റെ ഭാര്യ ജായേൽ കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയെടുത്ത് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നു. അവൻ ക്ഷീണിച്ചുറങ്ങിക്കിടക്കവേ ആണി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ബാറക് സിസറയെ പിന്തുടർന്നു വന്നപ്പോൾ ജായൻ അവനെ സ്വീകരിക്കാൻ ചെന്നു. അവൾ അവനോട് പറഞ്ഞു, വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കിയേ, ഈ ജായേൽ എന്ന് പറയുന്ന, ജോയേലല്ല ജായേലാണ്, ജായേൽ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ശത്രുവിൻ്റെ നെറ്റിയിൽ മരയാണി അടിച്ചു കയറ്റി അവനെ തകർത്ത് കളയുന്നൊരു ചരിത്രം നമ്മൾ ഇസ്രായേലിൽ വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടി നല്ലപോലെ പാട്ടും ഒക്കെ ദെബാറയുടെ കീർത്തനമുണ്ട്. 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യമാണ്. അപ്പോൾ അങ്ങനെ വാഴ്ത്തിപ്പാടി പാടുമ്പോൾ പറയുന്നുണ്ട് ഈ ജായേൽ എന്താണ്, ജായേൽ സ്ത്രീകളിൽ ഉന്നതയാണെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാം, ഇപ്പം ജസ്റ്റ് ഒന്ന് വായിക്കണം. 24-ാമത്തെ വാക്യം, കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എന്ന് പറയാണ്. അപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്നാണ് ശരിക്കും ഈ ദെബോറ ജായേലിനെ കുറിച്ച് കീർത്തനം പാടി പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതേ കാര്യമല്ലേ നമ്മൾ എവിടെ കാണുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായം എടുക്കാം, നല്ലൊരു വാക്യമാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ അമ്മ പറയുകയാണ്, അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹിക്കുന്നത്. നീ സ്ത്രീകളിൽ അനുഗ്രഹീത, എല്ലാ സ്ത്രീകളിലും വെച്ച് നീ അനുഗ്രഹീതയാണെന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ജായേൽ എന്ന് പറയുന്നൊരു സ്ത്രീ ശത്രുവിൻ്റെ ശിരസ് തകർത്തപ്പോൾ അവളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാടിയതാണ് നീ സ്ത്രീകളിൽ ഏറ്റവും ധന്യയെന്ന്. അതേ പാരലായിട്ട് തന്നെ പരിശുദ്ധ അമ്മ ഏറ്റവും ധന്യയാണെന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പരിശുദ്ധ അമ്മയും ശത്രുവിൻ്റെ ശിരസ് തകർത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ വചനം കേട്ട് ശത്രുവിൻ്റെ ശിരസ് തകർത്തു. അതായത് ഈ ശത്രുവിന്, ഈ പാമ്പിന് പരിശുദ്ധ അമ്മയുടെ മുകളിൽ, തലയ്ക്ക് മുകളിൽ സ്ഥാനമില്ല, ഉത്ഭവഭാവം പരിശുദ്ധ അമ്മയ്ക്കില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടാം. ആ സ്ത്രീ യൂതിത്താണ്. യൂതിത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ് അത് നമ്മൾ കാണുന്നത്. നല്ലൊരു ഇതാണ്. നിങ്ങൾക്ക് യൂത്തിൻ്റെ പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം. ഓക്കെ, ഞാനൊരു ഭാഗം വായിക്കണം. അതിലിങ്ങനെയാണ്, ഫോളോ ഫർണസിനെ യൂതിത്ത് വധിക്കുകയാണ്. അവളുടെ കൂടാരത്തിൽ കടന്നു ചെന്ന് ഫോളോ ഫർണസിൻ്റെ ശിരസ് വെട്ടി യൂതിത്ത് ഫോളോ ഫർണസിനെ വധിക്കുകയാണ്. അപ്പോൾ ശിരസ് എന്ത് ചെയ്യുന്നു? വെട്ടി, എന്നിട്ടൊരു കവറിലിട്ടിട്ട്, ഒരു സഞ്ചിയിലിട്ടിട്ട് അവൾ ഇസ്രായേൽക്കാരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അപ്പം സ്വന്തം ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്ത് നിന്ന് പുറത്തു പോയി ശത്രുവിൻ്റെ ശിരസ് തകർത്തിട്ട് ഈ യൂതിത്ത് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ യൂതിത്ത് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് യൂതിത്ത് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്. ഒരു സ്ത്രീയുടെ കയ്യാൽ, യൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് അച്ഛൻ വായിക്കുന്നത് കേട്ടോ. ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവിനെ വീഴ്ത്തി. നോക്കിയേ, മറ്റേത് 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്, ഇത് 13-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. 1 യൂതിത്ത്. ഒരു സ്ത്രീയുടെ കയ്യാൽ കർത്താവിനെ വീഴ്ത്തി. അവൻ്റെ ശിരസാണ് കർത്താവ് എടുത്ത് കളഞ്ഞത്, ഒരു സ്ത്രീയുടെ കൈ കൊണ്ടാണ്. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണ്, എൻ്റെ മുഖമാണ് അവനെ നാശത്തിൻ്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. അതായത് ശത്രുവിനെ തകർത്ത യൂതിത്ത് പാപം ചെയ്തിട്ടില്ല, പാപകരമായ ഒരു പ്രവൃത്തി പോലും ചെയ്തില്ല. യൂതിത്തിൽ എന്തില്ല? പാപമില്ല. ഓക്കെ, എന്നിട്ട് ശത്രുവിൻ്റെ തലയെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്.
ഈ യൂതിത്ത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രതീകം. ഇതേ കാര്യം തന്നെ പരിശുദ്ധ അമ്മ ചെയ്യുന്നത്. എന്ത്? ശത്രുവിൻ്റെ തല തകർത്തു, പിശാചിൻ്റെ തലയെ തകർക്കുകയാണ്. അപ്പം പരിശുദ്ധ അമ്മയിൽ എന്തില്ല? പാപമില്ല എന്നുള്ളതാണ്. ഇനി ഉസിയ എന്ന് പറയുന്ന ആൾ ഇത് കണ്ടു കഴിഞ്ഞപ്പം പ്രയോജനമാണ്. അദ്ദേഹം പറയാണ്, അവളോട് പറഞ്ഞു, മകളെ, 18ാമത്തെ വാക്യമാണ്, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. യൂതിത്തിനെ കുറിച്ച് പറയാണ്, ഭൂമിയിലെ സ്ത്രീകളിൽ വെച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ് നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രു നേതാവിൻ്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഇത് നിനക്കൊരു ശാശ്വത ബഹുമാനം ആയിരിക്കാൻ ദൈവം കനിയട്ടെ. എന്നിട്ട് 14ാമത്തെ അധ്യായത്തിൻ്റെ 7ാമത്തെ വാക്യമാണ്, യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. എന്നിട്ട് ഏത് രാജ്യത്തായാലും ആളുകൾ നിൻ്റെ പേര് കേട്ടാൽ ഭയചകിതരാകും. ഏത് രാജ്യത്താണെങ്കിലും ആളുകൾ നിൻ്റെ പേര് കേട്ട ഇതൊരു സ്ത്രീയെക്കുറിച്ച്, സാധാരണ സ്ത്രീയെക്കുറിച്ച്, യൂത്ത് എന്നുള്ളൊരു സാധാരണ സ്ത്രീയെക്കുറിച്ച് പറയാണ്. അപ്പം ഇത് പഴയ നിയമത്തിലൊരു ഇതാണ്. ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിരിക്കണം പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ പരിശുദ്ധ അമ്മയില്ലെങ്കിൽ പിന്നെ വേറെ ഏത് സ്ത്രീയാണ് ശത്രുവിൻ്റെ തല തകർത്തത് നമുക്ക് കാണിക്കാൻ പറ്റുക? ഉൽപ്പത്തി പുസ്തകം 3ാമത്തെ അധ്യായത്തിൻ്റെ 15ാമത്തെ വാക്യം എവിടെ നിറവേറിയെന്നാണ് നമുക്ക് പറയാൻ പറ്റുക? അപ്പോൾ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പഴയ നിയമ പ്രവചന ഭാഗങ്ങൾ മുഴുവനും പരിശുദ്ധ അമ്മയിൽ എന്ത് ചെയ്യുന്നു? പൂർത്തിയായി എന്നുള്ളതാണ്. ഇനി വേറൊരു സൂചനയുള്ളത് പുറപ്പാടിൻ്റെ പുസ്തകമാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 25ാമത്തെ അധ്യായം നമ്മൾ എടുക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 25ാമത്തെ അധ്യായം, പുറപ്പാട് 25 അത് കൂടാര നിർമ്മാണത്തെക്കുറിച്ചാണ്. എന്നിട്ട് പറയണത്, കരുവേലക മരം കൊണ്ട് നീ എനിക്കൊരു പേടകം നിർമ്മിക്കണം. അതിൻ്റെ അളവൊക്കെ പറയുന്നുണ്ട്. ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിയണം. ഇതെന്തിനു വേണ്ടിയാണ് ഈ പേടകം? ഈ പേടകത്തിലാണ് മന്ന ഇട്ടിരിക്കുന്നത്, ഈ പേടകത്തിലാണ് ആഹ്റോൻ്റെ തളർത്ത വടിയിട്ടിരിക്കുന്നത്, ഈ പേടകത്തിലാണ് 10 കൽപ്പനകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈശോയുടെ പ്രതീകമാണ്. അപ്പം അങ്ങനെയെങ്കിൽ ഈശോയെ ഉൾക്കൊള്ളുന്ന ഈ ഒരു പേടകം എത്രമാത്രം പരിശുദ്ധ അമ്മയാകുന്ന പേടകം എത്രമാത്രം വിശുദ്ധമായിരിക്കണം? പഴയ നിയമ പ്രതീകമായിരുന്ന ഈ വാഗ്ദാന പേടകം വിശുദ്ധമായിരുന്നെങ്കിൽ ആ വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ്. അതെങ്ങനെയാണ് വാഗ്ദാന പേടകമായി തീരുന്നതെന്ന് മറ്റ് ഇതുപോലെ തന്നെ ഒരു ബൈബിൾ സ്റ്റഡി അച്ഛൻ നടത്തിത്തരാം. അപ്പോൾ പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൻ്റെ പ്രതീകമായി വാഗ്ദാന പേടകം അത്രയും വിശുദ്ധമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അത് എത്രയോ അധികം വിശുദ്ധമായിരിക്കണം. ശുദ്ധി ചെയ്തെടുത്ത് സ്വർണ്ണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം വിശുദ്ധം ആയിരിക്കണം പരിശുദ്ധ അമ്മ എങ്കിലേ ഈശോയെ വഹിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ പുതിയ സൃഷ്ടിയായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായിട്ട് ദൈവം സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു കാരണം ഈ വാഗ്ദാന പേടകം എന്നുള്ള ഒരു കോണ്ടക്സ്റ്റിലാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു നല്ലൊരു സൂചന നമുക്കുള്ളത് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യമാണ്. നല്ലൊരു വാക്യമാണ്, നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ആവശ്യമുള്ള 1:4. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പരിശുദ്ധ അമ്മയെ നേരത്തെ തന്നെ ഈശോയുടെ രക്ഷാകര ഫലങ്ങൾ കൊടുത്തു എന്ന്. പൗലോസിൽ ഇവിടെ പറയണം, നമ്മളെ ഓരോരുത്തരെയും ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തുന്നു. ഈശോ കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്തിട്ട് ഇപ്പോൾ 2000 വർഷമല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ലോകസ്ഥാപനത്തിന് മുമ്പ് എങ്ങനെയാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്? നമ്മളൊക്കെ ജനിച്ചിട്ട് 10, 30, 40 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തോ? തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പറ്റും. കാരണം നമുക്കാണ് ഇന്നും ഇന്നലേക്കുള്ളത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം പ്രസൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ കുരിശുമരണ ഉദ്ധാനത്തിൻ്റെ ഫലം അത് പരിശുദ്ധ അമ്മയിൽ നേരത്തെ നിക്ഷേപിക്കുന്നതിൽ, പ്രത്യേകിച്ച് വലിയൊരു ദൈവിക പദ്ധതിക്ക് നിറവേറുന്നതിന് വേണ്ടി, പിശാചിൻ്റെ തലയെ തകർക്കുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 3:15, യെശയ്യാ 66, പിന്നെ ജെറമിയ 31 ഇങ്ങനെയുള്ള ഈ അധ്യായങ്ങളും, പിന്നെ ജായേലായാലും യൂദിത്തായാലും ഇങ്ങനെയുള്ള ഈ സ്ത്രീകളുമെല്ലാം വഴിയുള്ള ഈ പ്രവചനങ്ങൾ പൂർണ്ണമായിട്ട് നിറവേറ്റപ്പെടണമെങ്കിൽ ദൈവത്തിനത് ചെയ്തുകൂടെ? ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയെ യേശു ക്രിസ്തുവിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഇനി പരിശുദ്ധ അമ്മയെ 2ാം ഹവ്വ എന്ന് വിളിക്കുന്നു, ഈശോയെ 2ാമത്തെ ആദം എന്ന് വിളിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യത്തെ ഹവ്വയ്ക്ക് പാപമില്ലായിരുന്നു, പാപമില്ലാണ്ടാണ് ജനിച്ചത്. ആദ്യത്തെ ആദത്തിനും പാപമില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ 2ാമത്തെ ഹവ്വ പാപമില്ലാണ്ടാണ് ജനിക്കേണ്ടത്. ഈ സ്ത്രീ എന്നുള്ള പദം ശരിക്കും പരിശുദ്ധ അമ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ ചില തെളിവുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഇച്ചിരൂടെ ഒരു ചില
ബിബ്ലിക്കൽ പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഒന്ന്, അച്ഛൻ നേരത്തെ പറഞ്ഞ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പ്രശ്നമാണ്. 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. അപ്പോൾ ഇത് പരിശുദ്ധ അമ്മയെ ഉൾപ്പെടുത്തുമോ? ഇല്ല, ഇത് ഉൾപ്പെടില്ല. കാരണം ഇതാണ്, എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് ഉത്ഭവഭാവത്തെ അല്ല വിശുദ്ധ പൗലോസിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്, മറിച്ച് ആക്ച്വൽ സിന്നെയാണ്, വ്യക്തിപരമായി ചെയ്ത പാപത്തെയാണ്. ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളും വ്യക്തിപരമായി പാപം ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആരാണ്? ഈശോ വ്യക്തിപരമായി പാപം ചെയ്യാത്ത ആരാണ്. പാപം ഈശോ ചെയ്തിട്ടുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ, ഹെബ്രായർക്ക് ലേഖനം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈശോ ഇതിനൊരു എക്സെപ്ഷനാണ് ഈ പൗലോസിൽ പറഞ്ഞ ഈ കാര്യം. രണ്ടാമത്തെ കാര്യം, മാനസിക വൈകല്യമുള്ളവർ, ചെറുപ്പം തൊട്ട് മാനസിക വൈകല്യമുള്ളവർ, അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? ആക്ച്വൽ സിൻസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ ആക്ച്വൽ സിൻസ് ചെയ്യാത്തത് കൊണ്ട് അവരെ ഈശോ രക്ഷിച്ചില്ല എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അപ്പം എത്രയോ മില്യൺസ് ഓഫ് പീപ്പിൾ ഉണ്ട് ഈ ലോകത്ത് പാപം അങ്ങനെ ആ ഒരു തരത്തിൽ പറഞ്ഞാൽ പാപം ചെയ്യാത്തത്. ഇപ്പോൾ പൗലോസിലിയോ പറയുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ നോർമലായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും പാപം ചെയ്തു പോയിട്ടുണ്ട്. ആ പാപത്തിൽ നിന്ന് ഈശോ നമ്മളെ രക്ഷിക്കുന്നു. ആരൊക്കെ പാപം ചെയ്താലും, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപം ചെയ്താലും എന്താണ്, ഈശോയ്ക്ക് അവരെ രക്ഷിക്കാൻ പറ്റും. ഈശോയുടെ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു വചനം അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പോൾ യേശുക്രിസ്തു വഴിയുള്ള കൃപയാലാണ് സൗജന്യമായിട്ട് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ ഉത്ഭവത്തിൽ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, എഫേസോസിൽ ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചതുപോലെ, എഫേസോസ് 1:4 വായിച്ചതുപോലെ, യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ മുൻകൂട്ടി നമ്മൾ നീതീകരിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ കൃപയിൽ നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നൽകപ്പെട്ട ഈ വലിയ ദൈവിക കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അച്ഛനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ അമലോത്ഭവമാണെന്ന് തെളിയിക്കുന്നതിൻ്റെ സാധ്യതകളുള്ളതെന്ന്. ഒരു കാര്യം മനസ്സിലാക്കേണ്ട, അമലോത്ഭവം എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നില്ല, മറിച്ച് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല ബൈബിളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബിബ്ലിക്കൽ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അമലോത്ഭവം എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ, ഇപ്പോൾ ട്രിനിറ്റി എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നും പറഞ്ഞ് പരിശുദ്ധ ത്രിത്വം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റിയല്ലോ. അപ്പോൾ അല്ലെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് വിശുദ്ധ ഗ്രന്ഥത്തിനെതിരാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അമലോത്ഭവം ഒരു വിശ്വാസ സത്യമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമുള്ള വിശ്വാസ സത്യമാണത്. ഇതിൻ്റെ നമുക്കുള്ള പ്രാക്ടിക്കൽ സന്ദേശം എന്താണ്? പാപം ചെയ്തതിന് ശേഷം മാത്രമല്ല ദൈവം നമ്മളെ രക്ഷിക്കുക, പാപം ചെയ്യാതെയും ദൈവം നമ്മളെ സംരക്ഷിക്കുകയും രക്ഷിക്കും. ഓക്കെ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാനൊരു പാപിയായിരുന്നു ദൈവം എന്നെ രക്ഷിച്ചു, അതാണ് ദൈവം ചെയ്ത വലിയ കാര്യം. അല്ല. ഓരോ അനുദിന ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും പലതരത്തിലും പാപത്തിൽ നിന്ന്, നമ്മുടെ കണ്ണുകളിൽ നിന്ന് ചിലപ്പം പാപ സാഹചര്യം ദൈവം മാറ്റിക്കളയും. ചില വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ചില പാപത്തിലേക്ക് വീഴേണ്ട ചില സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് ചില തിരക്കും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ മാറ്റിവിട്ട് രക്ഷിക്കും. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഇടപെടുന്നുണ്ട്. അതിനെ കുറച്ച് കാണരുത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധ അമ്മ അമലോത്ഭവം എന്ന് പറയുമ്പം ഈശോയുടെ രക്ഷാകര പ്രവർത്തനം ഒട്ടും കുറയ്ക്കുകയല്ല ചെയ്യുന്നത്. അമ്മ ജനിക്കുന്നതിന് മുൻപ് തന്നെ അമ്മയെ രക്ഷിക്കാൻ കഴിവുള്ള ഈശോയുടെ രക്ഷയുടെ ശക്തിയെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അതിനെ നമ്മൾ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു കൃപ കിട്ടട്ടെ. പാപം ചെയ്യാതിരിക്കാനുള്ളൊരു കൃപ, പാപം ചെയ്തിട്ട് അതിന് രക്ഷപ്പെടുന്നത് മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു സമയം, ഈ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ, ഇത്രയും നേരം അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ബോധ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നിങ്ങളുടെ വചനത്തിൻ്റെ അത്ഭുത ശക്തിയെ ഞങ്ങൾ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണേ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതയാൽ ഒരിക്കലും പാപം ചെയ്യാതെ, പാപത്തിൽ വീഴാതെ ജീവിക്കാൻ ഒരു ദൈവിക ശക്തി ഈശോയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എല്ലാവിധ തിന്മയിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മോചനം നൽകി ഇവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.